ക്രിയാറ്റിന് കൂടിക്കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുമോ? പലർക്കും സംശയം ഉണ്ടായിരിക്കും. ഒരു ക്രിയാറ്റിനൊക്കെ ഒന്ന് കണ്ടുവരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് പ്രശ്നമാണോ, അതേപോലെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും, പലതരത്തിലത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്ക് വരും, എന്താ ഈ പേടിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സംഗതി എന്താണ്, അപ്പോൾ അത് ഈ കിഡ്നി ഫംഗ്ഷനുമായിട്ട് ഇത് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇനി അതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് ഇപ്പോൾ കിഡ്നി അല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമായിട്ട് ക്രിയാറ്റിൻ കൂടാറുണ്ടോ, നമുക്ക് എങ്ങനെ ഈ ഒരു ക്രിയാറ്റിൻ്റെ അളവ് നോർമലിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനെന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഉറക്കത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ടെൻഷൻ ഇതിന് കാരണമാകണോ, അങ്ങനെ ക്രിയാറ്റിനുമായിട്ട് നമുക്ക് എങ്ങനെ അത് നോർമലിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ കൊടുവള്ളി. അപ്പോൾ ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേസ്റ്റ് മെറ്റീരിയൽ, അതായത് നമ്മുടെ ശരീരത്തിന് മെറ്റബോളിക് പ്രോസസ്സുകളൊക്കെ നടന്നിട്ട് എസ്പെഷ്യലി മസിൽസിൻ്റെ ഒരു മെറ്റബോളിസം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ആക്ച്വലി ഈ പറഞ്ഞ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ക്രിയാറ്റിനിൻ കൂടാറുണ്ട്, നമ്മുടെ ബോഡിയിൽ കൂടാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അതൊരു ഇമ്പോർട്ടൻ്റാണ്. ഒന്ന്, നമ്മുടെ കാലുകളിലൊക്കെ നല്ല രീതിയിൽ നീര് വരും എന്നുള്ളത്, ചില ആളുകൾക്ക് നല്ല രീതിയിൽ നീർക്കെട്ടുകളൊക്കെ നല്ല തോതിൽ വരിക, അതേപോലെ മൂത്രത്തിൻ്റെ അളവിലൊക്കെ കുറവ് വരിക, അങ്ങനെയുള്ള പല തരത്തിൽ നമുക്ക് ലക്ഷണങ്ങൾ കാണാൻ പറ്റും തുടക്കത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും ഈ പറഞ്ഞിട്ടുള്ള കിഡ്നി ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്രിയാറ്റിൻ്റെ രക്തത്തിൽ കൂടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഈ വേസ്റ്റ് മെറ്റീരിയൽ, അത് നമ്മുടെ മസിലിൽ നിന്ന് പ്രോട്ടീൻ്റെ ഒരു ഡൈജഷൻ കാരണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റബോളിസം കാരണമായിട്ട് ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ഈ ക്രിയാറ്റിനിന് പുറന്തള്ളുന്ന പണിയാണ് ആർക്കുള്ളത്, കിഡ്നിക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ രീതിയിൽ ക്രിയാറ്റിനിന് കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുറന്തള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ രക്തത്തിൽ എന്ത് ചെയ്യും, പിന്നീട് ഈ ക്രിയാറ്റിനിൻ കൂടുകയും മറ്റു പലതരത്തിലുള്ള മെറ്റബോളിക് ഇഷ്യൂസുകൾ ഉണ്ടാകും, പെട്ടെന്നുള്ള മരണത്തിലേക്കും അത് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽ രക്തത്തിൽ കൂടാൻ പാടില്ല, അത് പല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടും ബ്രെയിനൊക്കെ ഡാമേജാക്കും എന്നുള്ളതാണ്, മറ്റു പല പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, വേഗം നമ്മൾ ഡയാലിസിസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിയാറ്റിൻ എന്നുള്ള വേസ്റ്റ് മെറ്റീരിയൽ എവിടെ നിന്നുണ്ടാകുന്നതാണ്, മസിലിൽ നിന്നുള്ളത്, പ്രോട്ടീൻസിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പണിയാണ് ആർക്കുള്ളത്, കിഡ്നിക്കുള്ളത്. ആ ഫംഗ്ഷന് നടക്കാതിരിക്കുമ്പോൾ രക്തത്തിൽ നല്ല രീതിയിൽ ക്രിയാറ്റിൻ കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ക്രിയാറ്റിൻ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിയാറ്റിൻ ഏതൊക്കെ സമയത്താണ് രക്തത്തിൽ കൂടുന്നത് എന്നൊരു ചോദ്യമുണ്ടോ. അതിൽ ഒന്ന് എന്താണ്, കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ്, ചിലപ്പോൾ ഷുഗർ വന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പം BP കൂടിയിട്ടുണ്ടായിരിക്കും, മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്തുണ്ടായിരിക്കണം, ഈ പറഞ്ഞിട്ടുള്ള കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഇതിൻ്റെ റിമൂവിങ് നടക്കില്ല, ഈ മൂത്രമൊക്കെ ഒന്ന് കുറഞ്ഞു പോകും. അപ്പോൾ ക്രിയാറ്റിൻ ബോഡിയിൽ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങും എന്നുള്ളതാണ്. രണ്ടാമത്, കൂടുതലായിട്ട് നല്ല രീതിയിൽ ജിമ്മിന് പോകണം, നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇതിന് ക്രിയാറ്റിൻ്റെ സപ്ലിമെൻറ്റുകളൊക്കെ എടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയൽ രക്തത്തിൽ കൂടാൻ സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സമയത്തും ഈ പറഞ്ഞതുപോലെ കിഡ്നി തന്നെ ഡാമേജ് ആകണമെന്നില്ല, അല്ലാത്തതും എന്ത് ചെയ്യാറുണ്ട്, ചില കണ്ടീഷനുകളിൽ കൂടാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മസ്കുലർ ആക്ടിവിറ്റി ഉള്ള ആളുകൾക്കൊക്കെ ക്രിയാറ്റിൻ കമ്പാരിറ്റീവ്ലി ഫിസിയോളജിക്കൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ കൂടാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡീഹൈഡ്രേഷൻ കൂടുതലുള്ള ആളുകൾ, അതായത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ നല്ല രീതിയിൽ ഡ്രൈനസ് ബോഡിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബോഡിയിൽ എന്ത് ചെയ്യും, ക്രിയാറ്റിന് മാത്രമല്ല മൂത്രക്കടച്ചിലെ പ്രശ്നം ഉണ്ടാകും, മൂത്രത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടായിരിക്കും, നല്ല കുറവുണ്ടായി, യൂറിക് ആസിഡ് ബോഡിയിൽ കൂടും, പൈൽസിൻ്റെ പ്രശ്നങ്ങളും, അങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഡീഹൈഡ്രേഷൻ കൂടുതലുള്ള ആളുകൾക്കും എന്ത് കണ്ടുവരാറുണ്ട്, ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിന് കൂടാറുണ്ടെന്നുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹൈഡ്രേഷൻ നിലനിർത്തണം. നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ എല്ലാതും മൂത്രത്തിൽ കൂടി പൊയ്ക്കോളും, എന്നാൽ കിഡ്നിക്ക് ഡാമേജ് ഇല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉള്ള ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ബോഡിയിൽ ക്രിയാറ്റിൻ. അപ്പോൾ ഒന്ന്, നമ്മൾ അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. അമിതമായിട്ട് പ്രോട്ടീൻ ഡയറ്റുകളും കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ വേസ്റ്റ് കൂടുതൽ വരും. ഡീഹൈഡ്രേഷൻ നല്ല രീതിയിൽ ബോഡിയിലുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ നമ്മളിൽ കണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, റീസണബിളാണ്. എല്ലാതും എന്തല്ല, ഈ പറഞ്ഞതുപോലെ കിഡ്നീൻ്റെ ഡാമേജ് മാത്രമല്ല. അപ്പോൾ ഇനി എല്ലാ കേസിലും നമുക്ക്
ഇത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എല്ലാത്തിലും നമ്മൾ ഡയാലിസിസ് ചെയ്യണമെന്ന് അതിനാവശ്യമൊന്നുമില്ല. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒരു 2ൻ്റെ അടുത്തൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ സംതിങ്, ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ, മാറ്റങ്ങൾ വരാം, കണ്ടീഷനുകളിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്, കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് മാനേജബിൾ ആണ്, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇല്ല യാതൊരു സംശയമൊന്നുമില്ല. നമുക്ക് ആ ഒരു പെട്ടെന്ന് ഡാമേജുകൾ കുറയ്ക്കാനും അതേപോലെ തന്നെ കോംപ്ലിക്കേഷനുകൾ കുറയ്ക്കാനൊക്കെ നമുക്ക് നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിൽ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്രിയേറ്റിന് ഒന്ന് കൂടുമ്പോഴത്തേനും പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യണം എന്നുള്ള ടെൻഷൻ വേണ്ട. കാരണം ടെൻഷൻ കൂടിയിട്ട് പിന്നെ മറ്റു പല അവസ്ഥകളിലേക്ക് പോകും, പിന്നെ വേറെ പല അസുഖങ്ങളായിരിക്കും ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്തു, പക്ഷെ നമ്മൾ ശ്രദ്ധ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ചില ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും, ഈ ക്രിയാറ്റിൻ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ കൂട്ടും. അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ക്രിയാറ്റിൻ കൂടുതൽ ആളുകളും അതേപോലെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഫുഡുകൾ എന്ത് ചെയ്യും, ക്രിയാറ്റിൻ ബോഡിയിൽ നല്ലോണം കൂട്ടും. അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമിതമായിട്ട് റെഡ് മീറ്റ് കൂട്ടുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ ബീഫൊക്കെ നല്ലോണം കഴിക്കുന്ന ശീലം, എപ്പോഴും കൂടി കഴിക്കുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ താരതമ്യേന എന്ത് ചെയ്യും, അതിൻ്റെ ഒരു വേസ്റ്റ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ക്രിയാറ്റിൻ നല്ല രീതിയിൽ കൂടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അമിതമായിട്ട് എടുക്കുന്ന ശീലങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ പ്രോസസ്ഡ് ഫുഡുകൾ കൂടുതൽ കഴിക്കുക. ഈ രാത്രികൾ കാലങ്ങളിൽ ഉണ്ടാകുന്ന കൂടുതൽ പ്രോസസ്ഡ് ഫുഡുകൾ, ഷവായ പോലെയുള്ളത് കൂടുതൽ സോൾട്ടുകൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ പ്രോസസ്ഡ് ഫുഡിന് പ്രത്യേകത നമ്മളതിൽ കൂടുതൽ ഓയിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതേപോലെ എപ്പോഴും റീകുക്ക് ചെയ്ത ഓയിലുകൾ പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ നല്ല സോൾട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ഉപ്പുള്ളത് നമ്മൾ അറിയില്ലായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടുന്നതും അതേപോലെ ഇൻഫ്ലമേഷൻ കൂടുതൽ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും, ഗട്ടിൽ പ്രശ്നം വരും, രക്തത്തിൽ പ്രശ്നം വരും, അതേപോലെ കിഡ്നിക്ക് ഡാമേജ്ഡ് ആകാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ പ്രോസസ്ഡ് ഫുഡുകൾ, അത് മധുരമുള്ളതാണെങ്കിലും ശരി, പുളിയുള്ളതാണെങ്കിലും ശരി, എരിവുള്ളതാണെങ്കിൽ ഏത് ആണെങ്കിലും ശരി, പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ നമ്മൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, എടുത്തു പറയേണ്ടതാണ്, BP കൂടുന്ന, പ്രഷർ കൂട്ടുന്ന സോൾട്ട് നിർത്തുന്നത്, ഉപ്പിനെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഉപ്പ് നമ്മൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, വെള്ളം കൂടി നമ്മൾ കൂടുതൽ കൂട്ടും. അത് മാത്രമല്ല BP നല്ലോണം കൂട്ടും. പ്രത്യേകിച്ച് നമ്മൾ മിക്സർ പോലെയുള്ള ബേക്കറി ഐറ്റംസുകൾ, അതുപോലെ അച്ചാറുകൾ, ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, പുറത്തു നിന്നുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുക, ഉണക്കമത്സ്യം കൂടുതൽ കഴിക്കുക, പപ്പടം കൂടുതൽ കഴിക്കുക. ഇതൊക്കെ പൊതുവായിട്ട് എന്ത് ചെയ്യുന്ന നമ്മുടെ വീടുകളിലൊക്കെ കഴിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ BP നല്ലോണം കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രക്തക്കുഴലുകൾക്ക് അത് പ്രയാസം ഉണ്ടാക്കും. അവിടെ പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിൽട്രേഷൻ കുറയും, കിഡ്നി ഫങ്ഷൻ കുറയും. ഇപ്പോൾ കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ ക്രിയാറ്റിൻ കൂടുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് BP കൂടുതലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്, BP കൺട്രോൾ ആക്കണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഉറക്കം കുറഞ്ഞ ആളുകൾക്കും ഇതേ പ്രശ്നം വരും. കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് കണ്ടുവരുന്നതാണ് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഉറക്കമാകണമെങ്കിൽ സോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റൊക്കെ ആയിട്ട് BP നല്ല രീതിയിൽ കൂട്ടുകയും കിഡ്നി ഡാമേജ് ആക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അപ്പോൾ ഡോക്ടർ ഇനി പ്രോട്ടീൻ നിർത്തേണ്ടി വരുമോ, പ്രോട്ടീൻ കഴിച്ചാൽ ഇപ്പോൾ കിഡ്നിക്ക് പ്രശ്നമല്ല, ക്രിയാറ്റിൻ ആണല്ലോ ഇന്ന് ഉണ്ടാകണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോട്ടീന് പ്രശ്നമൊന്നുമില്ല, റെഡ് മീറ്റ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധയിൽ വേണ്ടത്, ഓൾറെഡി നിങ്ങൾക്ക് നല്ല കിഡ്നിക്ക് പ്രശ്നമുണ്ട്, മൂത്രത്തിൽ പ്രശ്നമുണ്ട്, ക്രിയാറ്റിനൊക്കെ ബോർഡറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അതിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, കിഡ്നിക്ക് ഡാമേജ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ അത് അപ്പോൾ എല്ലാ പ്രോട്ടീനും ഇനി കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ആക്കുക എന്നുള്ളത്. കൺട്രോൾ ആക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു എത്തിയാൽ ഒരു നോർമൽ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് ലോങ് ആയിട്ട് നമുക്കത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ചില ആളുകൾ, ഞാൻ ഷുഗറിൻ്റെ സമയത്തൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയില്ല, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കഴിക്കാം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുറേ കാലമൊക്കെ എന്ത് ചെയ്യുക, കൺട്രോളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്, അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു കണ്ടീഷനാണ്. നമുക്ക് കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട്, ചെറിയ രൂപത്തിൽ കൂടുന്നുണ്ട്, ക്രിയാറ്റിനൊക്കെ കൂടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾഡായിട്ട് പോവുക. അപ്പോൾ കൺട്രോൾഡായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് കാലം
ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, കൺട്രോളായിട്ട് പോകും. എല്ലാ നിലയിലും എന്താ സംഭവിക്കുക, കിഡ്നി പെട്ടെന്ന് ഡാമേജ് ആകും. അൺകൺട്രോളായിട്ട് കഴിച്ചാൽ പിന്നെ ഡയാലിസിസ് ചെയ്യണം, പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ തീരെ കഴിക്കാൻ പറ്റില്ലാത്ത ഒരവസ്ഥ വരുന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രോട്ടീനും പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോളായിട്ട് പോകാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കണ്ടീഷനും പ്രശ്നമില്ല, പക്ഷേ ഓരോന്നും അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ നോർമലുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നല്ല വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ ക്രിയാറ്റിൻ ആകട്ടെ, യൂറിക് ആസിഡ് ആകട്ടെ, യൂറിയ ആകട്ടെ, വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ കിഡ്നിക്ക് എന്തെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റണം. അതിന് പറ്റണം എന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ദിവസം എന്ത് ചെയ്യും, ഒരു 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ ഫാസ്റ്റ് ഫുഡുകൾ, കൂടുതൽ മധുരം കൂടുതൽ കഴിക്കുക, ബേക്കറി ഐറ്റംസുകൾ കഴിക്കുക എന്ന് പറയുന്നത്. ഈ മധുരവും അതേപോലെ ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. നമുക്കറിയാം ഷുഗർ ഉള്ള മിക്ക ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്, കിഡ്നി ഫെയിലിയർ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമായിട്ട് അല്ലെങ്കിൽ പ്രമേഹം വന്നത് കാരണമായിട്ട് എന്ത് ചെയ്യും, കിഡ്നിക്ക് അത് ഡാമേജിനാക്കും. അതിന് കിഡ്നിയുടെ ഫിൽട്രേഷൻ നല്ല രീതിയിൽ ഡാമേജിനാക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ അൺകൺട്രോൾഡ് ആകുന്ന അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് എന്ത് സംഭവിക്കാറുണ്ട്, കിഡ്നിക്ക് നല്ല രീതിയിൽ ഡാമേജ് വരുത്താറുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കാരണം എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞതുപോലെ ക്രിയാറ്റിൻ ബോഡിയിൽ നല്ല രീതിയിൽ കൂടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കിഡ്നി നല്ല രീതിയിൽ കിഡ്നി നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക. ദിവസം ഒരു 3 ലിറ്ററെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയൽ പുറന്തള്ളാൻ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അച്ചാർ, മിച്ചർ, പപ്പടം ഇങ്ങനെയുള്ള സംഗതികൾ നല്ല രീതിയിൽ കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡുകൾ കുറയ്ക്കുക. കാരണം നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാം, BP കുറയ്ക്കാനും പറ്റും, ഈ പറഞ്ഞതുപോലെ കിഡ്നിയുടെ ഡാമേജ് കുറയ്ക്കാനും നല്ല രീതിയിൽ പറ്റും എന്നുള്ളതാണ്. മൂന്നാമത് പ്രോസസ്ഡ് ഫുഡുകൾ കുറക്കുക എന്നുള്ളതാണ്. അമിതമായിട്ട് മധുരം കാര്യങ്ങൾ, കാരണം അത് മെറ്റബോളിക് ഡിസീസുകൾ ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ളതും, അതേപോലെ തന്നെ കൊളസ്ട്രോൾ കൂട്ടും, അതേപോലെ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാകും, പെട്ടെന്ന് എന്ത് ചെയ്യും, കിഡ്നി ഡാമേജിനാക്കും എന്നുള്ളതാണ്. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് ദഹിക്കുന്നതും അതുപോലെ കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള, എസ്പെഷ്യലി കുക്കുംബർ നല്ലതാണ്, കോളിഫ്ലവർ നല്ലതാണ്, അതുപോലെ നല്ല ഭക്ഷണം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സൊക്കെ എന്ത് ചെയ്യുക, ഗ്രീൻ ലീവ്സുകളൊക്കെ, പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പ്രോസസ്ഡ് ഫുഡുകൾ മാറ്റിയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ കഴിക്കുക. അതേപോലെ നമ്മൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഉറങ്ങാനും ശ്രദ്ധിക്കുക. വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ കിഡ്നി പെട്ടെന്ന് ഡാമേജ്ഡായി പോകും, ഈ കിഡ്നിയും പെട്ടെന്ന് ഡാമേജ്ഡായി പോകും, പ്രശ്നങ്ങൾ വരും, ക്രിയാറ്റിൻ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഈവൻ കിഡ്നി ഡിസീസുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിൽ ക്രിയാറ്റിനുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പ്രയാസമില്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത് യാതൊരു സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ തന്നെ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.